ആണവ ചർച്ചയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് പിന്നാലെ ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നും യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. ഒരു രാജ്യത്തിനും നിലവിൽ തീരുവ പ്രഖ്യാപിച്ചിട്ടില്ല. അരി, മരുന്ന്, തേയില, പഞ്ചസാര, പഴങ്ങൾ, പച്ചക്കറികൾ, ഊർജ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും വ്യാപാര കരാറുള്ള രാജ്യങ്ങൾക്കും ഇളവുണ്ട്. അനധികൃത എണ്ണക്കടത്തിന്റെ പേരിൽ ഇറാനുമായി ബന്ധമുള്ള 15 സ്ഥാപനങ്ങൾക്കും 14 കപ്പലുകൾക്കും യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം യുഎസ് തങ്ങളെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക ബേസുകളിൽ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയത്. യുഎസ് ആക്രമണം ഒഴിവാക്കാനായി വെള്ളിയാഴ്ച മസ്കറ്റിൽ നടന്ന പരോക്ഷ ആണവ ചർച്ചയിൽ അരാഗ്ചി പങ്കെടുത്തിരുന്നു. ചർച്ച അനുകൂല പാതയിലാണെന്ന് അറിയിച്ച അദ്ദേഹം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം സംഘർഷത്തിന്റെ പ്രധാന വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സമവായത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല. അമേരിക്കയുമായി ആണവ കരാറിൽ ഏർപ്പെടാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുക തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ചെയ്യില്ലെങ്കിൽ ഇറാൻ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒമാനിലെ മസ്കറ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിയതിനു തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം പുറത്തു വന്നത്. ഇറാനെ കുറിച്ച് വളരെ നല്ല ചർച്ചകൾ നടന്നു. ഇറാൻ ഒരു കരാറിനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുതിയ കരാർ കഴിഞ്ഞ തവണത്തെക്കാൾ വ്യത്യസ്തമായിരിക്കും. ഒരു വലിയ കപ്പൽപ്പട ഇറാന്റെ ദിശയിലേക്ക് പോകുന്നുണ്ട്. അത് ഉടൻ അവിടെ എത്തും. അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാമെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്. ഒരു കരാറിലെത്താൻ ഇനിയും സമയമുണ്ടെന്നും എന്നാൽ ഇറാൻ കാര്യമായ നിലപാട് സ്വീകരിക്കണമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. കരാറിലെ പ്രധാന വ്യവസ്ഥ ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്നതാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അവർ അങ്ങനെ ചെയ്യില്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരമൊരു ധാരണയിലെത്താമായിരുന്നുവെന്നും എന്നാൽ അന്ന് ഇറാൻ അതിന് തയ്യാറായില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുമായി നടത്തിയ ആണവ ചർച്ചകൾ നല്ല തുടക്കമാണെന്നും അത് തുടരുമെന്നും ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ബദൽ സംവിധാനങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ടെഹ്റാൻ വ്യക്തമാക്കിയതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാൻ അമേരിക്കൻ നയതന്ത്ര ചർച്ച പൊളിക്കാൻ ഇസ്രയേൽ സമ്മർദ്ദ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മസ്കറ്റ് ചർച്ചയ്ക്ക് പിന്നാലെ അടുത്ത ആഴ്ച തുടർ ചർച്ചയ്ക്ക് അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിതമായ ഇടപെടലുകളും ഉണ്ടാകുന്നത്. ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച ഒതുങ്ങുന്നത് തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകില്ല എന്നാണ് ഇസ്രയേലിന്റെ വാദം. അതേസമയം 4 വർഷമായ യുദ്ധം യുക്രൈനും റഷ്യയും ജൂണോടെ അവസാനിപ്പിക്കണമെന്ന് യുഎസ് സമ്മർദ്ദം ചെലുത്തുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രണ്ട് രാജ്യത്തിന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച അടുത്ത ആഴ്ച യുഎസിലെ ഫ്ലോറിഡയിൽ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യമായാണ് യുക്രൈൻ റഷ്യ ചർച്ചയ്ക്ക് യുഎസ് വേദിയൊരുക്കുന്നത്. യുഎസിന്റെ മധ്യസ്ഥതയിൽ ജനുവരി മുതൽ അബുദാബിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ ഭൂപ്രദേശത്തിന്റെ കൈവശാവകാശത്തെ ചൊല്ലി പ്രശ്നപരിഹാരം നീണ്ടു പോകുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.